ലോകമെമ്പാടും ചിതറിക്കപ്പെട്ട ജനതയാണ് ഇസ്രായേൽ ജനം. യാക്കോബിൻ്റെ 12 മക്കളാണ് ഇസ്രായേൽ ഗോത്രമെന്ന് അറിയപ്പെടുന്നത്. ക്രമേണ ഈ 11 ഗോത്രങ്ങളും ഇല്ലാതാവുകയും ജൂദാ ഗോത്രം മാത്രം അവശേഷിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇസ്രായേൽ ജനം ജൂതന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ജൂതന്മാർ ഇന്ത്യയിലേക്കും വന്നു. കേരളത്തിലും അവർ സ്ഥാനമുറപ്പിച്ചു. പയ്യന്നൂരും കണ്ണൂരും അതുപോലെ തന്നെ മാളയിലും മട്ടാഞ്ചേരിയിലുമൊക്കെ അവർ അവരുടെ ആരാധനാലയം പണികഴിപ്പിച്ചു. ഇസ്രായേൽ ജനത്തിന് ഒരു ദേവാലയമേ ഉള്ളൂ. അത് സോളമൻ രാജാവിൻ്റെ ആയിരുന്നു. അത് തകർക്കപ്പെട്ടു. അവരുടെ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നതിനും അവർ ജെറുസലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ വേണ്ടി തയ്യാറാക്കിയതാണ് സിനഗോഗുകൾ. ഇങ്ങനെ കേരളത്തിൽ 7 സിനഗോഗുകളാണ് ഇപ്പോൾ സജീവമായിട്ട് ഉള്ളത്. അതിൽ ആരാധന നടക്കുന്നത് പരദേശി സിനഗോഗാണ്. പേര് പോലെ തന്നെ യൂറോപ്യൻസിൻ്റെ ഇവിടുത്തെ ആഗമനത്തിന് ശേഷം വന്ന ജൂതന്മാരെയാണ് പരദേശികൾ എന്ന് പറയുക. പൊതുവെ കേരളത്തിലെ ജൂതന്മാരെ കറുത്ത ജൂതരെന്നും വെളുത്ത ജൂതരെന്നും പറയാറുണ്ട്. പണ്ട് മുതലേ ഇവിടെ വന്ന് സ്ഥാനമുറപ്പിച്ച് കേരളീയരായവരാണ് കറുത്ത ജൂതർ. വെളുത്ത ജൂതർ മുമ്പ് നമ്മൾ പറഞ്ഞ പരദേശികളാണ്. മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗ് 450-ലേറെ വർഷം പഴക്കമുള്ള ഈ സിനഗോഗിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. AD 70 ടൈറ്റസിന്റെ നേതൃത്വത്തിലുള്ള റോമൻ സൈന്യം രണ്ടാം ജെറുസലേം ദേവാലയം തകർക്കുകയും അതേ തുടർന്ന് യഹൂദർക്ക് തങ്ങളുടെ ആരാധന കേന്ദ്രം പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്തു. അന്നു മുതൽ ഇന്നുവരെ യഹൂദർ ആരാധിക്കുന്നത് സിനഗോഗുകളിലാണ്. യഹൂദർക്ക് ഒരു ദേവാലയമേ ഉള്ളൂ. അത് ജെറുസലേം ദേവാലയമാണ്. അതിപ്പോൾ നിലവിലില്ല. പകരം അവർ ആരാധിക്കാനും വേദപുസ്തകം പങ്കുവയ്ക്കുവാനും ഉള്ള ഇടമാണ് സിനഗോഗ് എന്ന് അറിയപ്പെടുക. ബെയ്ത്ത് കെനേസത്ത് എന്ന് ഹീബ്രുവിൽ അറിയപ്പെടുന്ന സിനഗോഗിന് സമ്മേളനത്തിനുള്ള ഭവനം എന്നാണ് അർത്ഥം. മട്ടാഞ്ചേരിയിൽ 3 സിനഗോഗുകളായിരുന്നു ഉണ്ടായിരുന്നത്. തെക്കുഭാഗം സിനഗോഗ്, കടവും ഭാഗം സിനഗോഗ്, പിന്നീടുള്ളതാണ് മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗ്. ഈ പരദേശികൾ എന്ന് അർത്ഥമാക്കുന്നത് സ്പെയിൻ, പോർച്ചുഗൽ എന്നിവിടങ്ങളിൽ നിന്ന് മതമർദ്ദനത്തിൻ്റെ കാലത്ത് കൊച്ചിയിൽ വന്നവരാണ്. കൊച്ചി രാജാവായ രാമവർമ്മയാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തോട് ചേർന്ന് യഹൂദർക്ക് ഈ സിനഗോഗ് വയ്ക്കുന്നതിനുള്ള അധികാരം നൽകുന്നത്.
1568 സാമുവേൽ കാസ്റ്റിയൽ, ഡേവിഡ് ബെലില, ജോസഫ് ലെവി എന്നിവരാണ് ഈ സിനഗോഗ് നിർമ്മിക്കുന്നതിന് നേതൃത്വം വഹിച്ചത്. ജെറുസലേമിനെ അഭിമുഖീകരിച്ചിട്ടാണ് ഈ സിനഗോഗുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ സിനഗോഗുകളുടെ പൊതുഘടന തന്നെയാണ് പരദേശി സിനഗോഗിനുമുള്ളത്. സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള പ്രത്യേക ഇടം ഈ സിനഗോഗിലും കാണാം. സിനഗോഗിന്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ബേമ അല്ലെങ്കിൽ പ്രസംഗപീഠം, ഇവിടെ നിന്നാണ് റബ്ബി തങ്ങളുടെ വേദപുസ്തകത്തിലെ ഭാഗങ്ങൾ വായിക്കുന്നതും അവയെക്കുറിച്ച് വിശ്വാസികൾക്ക് വിശദീകരിക്കുന്നതും. സിനഗോഗുകളെക്കുറിച്ചുള്ള നിരവധി വിവരണങ്ങൾ ബൈബിളിലും കാണാം. സിനഗോഗുകൾ ഏറ്റവും മനോഹരമായിട്ട് അലങ്കരിക്കുന്നതിൽ യഹൂദർ വളരെ ശ്രദ്ധാലുക്കളാണ്. ഏറ്റവും പ്രധാനമായിട്ട് അവർ ദീപങ്ങളാണ് സിനഗോഗുകളെ ഏറ്റവും മനോഹരമാക്കാൻ ഉപയോഗിക്കുക. പരദേശി സിനഗോഗിലും ഈ ദീപങ്ങൾ കാണാം. ബെൽജിയം ദീപങ്ങളാണ് ഇതിലെല്ലാം ഉള്ളത്. അതുപോലെ ഈ സിനഗോഗിന്റെ തറയിൽ പാകിയിരിക്കുന്ന ടൈലുകൾ 18-ാം നൂറ്റാണ്ടിൽ ചൈനയിലെ കാൻഡിഡയിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആണ്. 1100 ടൈലുകളാണ് ഇതിന്റെ തറയിൽ പാകിയിരിക്കുന്നത്. ഇതിന്റെ ഡിസൈൻ എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തവുമാണ്. 1100 ടൈലുകളും വ്യത്യസ്തമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഈ സിനഗോഗിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നതാണ്. യെറുസലേമിനെ അഭിമുഖീകരിച്ചു നിന്നാണ്
ഇവർ പ്രാർത്ഥിക്കുന്നത്. പുരുഷന്മാരാണ് താഴെയുള്ള സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുക. യഹൂദ സ്ത്രീകൾ രണ്ടാം ബേമ എന്നറിയപ്പെടുന്ന ബാൽക്കണിയിൽ നിന്നാണ് പ്രാർത്ഥിക്കുക. അവർക്ക് ഈ സിനഗോഗിലേക്ക് കയറി വരാൻ പ്രത്യേക വഴിയും ഭാഗങ്ങളും എല്ലാം ഉള്ളത് നമുക്ക് കാണാം. പൊതുവെ കേരളത്തിലെ സിനഗോഗുകളിലെല്ലാം തന്നെ ഈ ഒരു പ്രത്യേകത നമുക്ക് കാണുകയും ചെയ്യാം. ഏഴ് സിനഗോഗുകളാണ് കേരളത്തിൽ ഇപ്പോൾ സജീവമായിട്ട് ഉള്ളത്. അതിലൊന്ന് ഏതാണ്ട് പൂർണ്ണമായും തന്നെ നിലംപതിച്ചു എന്ന് പറയാം. പിന്നീടുള്ള 6 സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആരാധന നടക്കുന്നത് ഈ പരദേശി സിനഗോഗിൽ മാത്രമാണ്. മറ്റൊരിടത്തും ആരാധന ഇപ്പോൾ നടക്കുന്നില്ല. തോറ ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഭാഗം കവനന്റ് ഓഫ് ആർക്ക് എന്നാണ് അറിയപ്പെടുക. മുമ്പ് ഈ സിനഗോഗിൽ പൂർണ്ണ അംഗത്വം ഉണ്ടായിരുന്നത് വെളുത്ത ജൂതർ എന്നറിയപ്പെട്ടിരുന്ന പരദേശികൾക്ക് മാത്രമാണ്. കറുത്ത ജൂതർ എന്നാണ് ഇവിടെയുള്ള പരമ്പരാഗത ജൂതന്മാർ അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ മലബാറി ജൂതന്മാർ. മലബാറി ജൂതന്മാർ ഇവിടെ തന്നെ ജീവിച്ച് ജനിച്ച് വളർന്നവരാണ്. വെളുത്ത ജൂതർ സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും മതമർദ്ദനത്തിന്റെ കാലത്ത് ഇവിടെ എത്തിയവരാണ്. യൂത മഹാപിള്ള അല്ലെങ്കിൽ യൂത മാപ്പിള, അവർക്കായിട്ടാണ് കൊച്ചി രാജാവ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെ ഈ ആരാധനാലയം പണി കഴിപ്പിക്കാൻ അനുവാദം നൽകിയത്. കേരള ചരിത്രത്തിലെ സുവർണ നിമിഷങ്ങളാണ് ഈ പരദേശി സിനഗോഗിന്റെ നിർമ്മാണത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ പരദേശി സിനഗോഗിലെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ് വളരെ പ്രാചീനമായിട്ടുള്ള ഫാനുകൾ, അതുപോലെ ഒറ്റത്തടിയിൽ തീർത്ത ബെഞ്ചുകൾ എന്നിവ. കൂടാതെ നിരവധി സമ്മാനങ്ങൾ, രാജാക്കന്മാർ നൽകിയ സമ്മാനങ്ങൾ, കിരീടം ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളും ജൂതശാസനവും ഈ പരദേശി സിനഗോഗിലുണ്ട്. ജൂയിഷ് കോപ്പർ പ്ലേറ്റ്സ് എന്നറിയപ്പെടുന്ന ജൂതശാസനവും പരദേശി സിനഗോഗില് സംരക്ഷിച്ചിട്ടുണ്ട്. മുൻപൊക്കെ അതിൻ്റെ റെപ്ലിക്ക നമുക്ക് വിൽപ്പനയ്ക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ പക്ഷേ റെപ്ലിക്ക വിൽപ്പനയ്ക്ക് ഇല്ല. പകരം പരദേശി സിനഗോഗിൻ്റെ ചിത്രങ്ങളും അതുപോലെ മുമ്പ് പറഞ്ഞ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ടൈലിൻ്റെ ചിത്രവുമാണ് സുവനീറായിട്ട് നമുക്ക് വാങ്ങിക്കാൻ ലഭിക്കുക. പരദേശി സിനഗോഗിൻ്റെ 450 വാർഷികം വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചത് നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ധാരാളം യൂതന്മാർ ആ സമയത്ത് വിദേശത്ത് നിന്ന് വരികയും പത്രമാധ്യമങ്ങളിൽ അതിൻ്റെ വാർത്തകളെല്ലാം നിറഞ്ഞു നിൽക്കുകയും ചെയ്തതാണ്. ഇപ്പോഴും ഈ സിനഗോഗിൽ വിദേശികളായ യൂതന്മാർ വന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം.
പരദേശി സിനഗോഗിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.